നമ്മുടെ സിനിമാ നടൻ മതിച്ചേട്ടൻ ഇവിടെ വന്ന് ഒരു നാടകം ചെയ്യാൻ പോകണം. അപ്പോൾ അതിലൊരു കുട്ടി വേണം, മെലിഞ്ഞിരിക്കണം, പിന്നെ അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു കുട്ടിയുണ്ട്, ഞാൻ ചോദിച്ചു നോക്കട്ടെ. അപ്പം തങ്കമ്മ മാലിക്കാണ് വന്ന് എൻ്റെ അമ്മയെടുത്ത് പറഞ്ഞു. അമ്മ പറഞ്ഞ നാടകത്തിന് ഇവിടുന്ന് പ്രശ്നമേ ഇല്ല പറഞ്ഞു കേട്ട് വന്നപ്പോഴത്തേക്ക് ലൈസൻസ് തോക്കുണ്ട്. അച്ഛൻ പറഞ്ഞു ആരാണ് അത്? മതിച്ചേട്ടൻ. അപ്പോൾ മതിച്ചേൻ്റെ എൻ്റെ അച്ഛനെ അറിയാം. അപ്പം അത് മാത്രമല്ല, മതിച്ചേൻ്റെ അച്ഛൻ ഇൻവോൾവ് ആയിട്ട് ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധി എന്നും പറഞ്ഞുകൊണ്ട് ഇത് ചെയ്യാം. അതിൽ ഗുരുജിയും ഞാനും ശങ്കരൻകുട്ടി സാർ 3 പേരാണ് സ്റ്റേജ് ചെയ്തത്. അത് സെൻട്രലിൽ വെച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഓർഗനൈസേഷനിൽ എന്തോ സംതിങ് ഇദ്ദേഹം മതിച്ചേൻ്റെ അച്ഛൻ ഇൻവോൾവ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അമ്മ പറഞ്ഞു പിന്നെ തൊട്ട് അഭിനയിക്കാനായിട്ട് പ്രയാസമാണ്. അന്നത്തെ ഒരു കാലഘട്ടം അങ്ങനെയാണ്. തൊട്ട് അഭിനയിക്കാൻ പാടില്ല, അങ്ങോട്ട് നോക്കാൻ പാടില്ല. അപ്പോൾ അത് അങ്ങനെ നോക്കൂല എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങ് നല്ലൊരു കല്യാണം കിട്ടില്ല, ജീവിതം കിട്ടില്ല എന്നൊക്കെയാണ് അമ്മയുടെ പേടി. അപ്പോൾ പറഞ്ഞാൽ അത് പിന്നെ കൂടെ വരും, അച്ഛനും അമ്മയും ഞങ്ങൾ കൂടെ വരും, പിക്കപ്പ് ചെയ്യണം, ഡ്രോപ്പ് ചെയ്യണം, അത് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് പിക്കപ്പ് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് 3-4 റിഹേഴ്സൽ കഴിഞ്ഞു. അപ്പോൾ അതിൽ എനിക്ക് മതിച്ചേട്ടൻ്റെ നായികയാണ് ഞാൻ. അതിന് വൈക്കമണി സാറിൻ്റെ മോള് രാജി, ഇപ്പൊ തമ്പി സാറിൻ്റെ വൈഫ് രാജിയുണ്ട്, ഞാനുണ്ട്, ജമീലയുണ്ട്. അപ്പോൾ ഇതിൽ എനിക്ക് മതിച്ചേട്ടൻ്റെ തോളിൽ ഇങ്ങനെ കൈവച്ച് എനിക്ക് എൻ്റെ ബാലനുണ്ടല്ലോ എന്ന് പറയണം. ഇത്രയും ഡിസ്റ്റൻസിൽ കൈവയ്ക്കും, എനിക്ക് എൻ്റെ ബാലനുണ്ടല്ലോ എന്ന് പറയും. 2 റിഹേഴ്സൽ കഴിഞ്ഞപ്പോഴത്തേക്കും സത്യത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വഴക്ക് പറയേണ്ടതാണ് മതിച്ചേട്ടൻ. അദ്ദേഹം ഒന്നും പറഞ്ഞത് എൻ്റെ സ്ക്രിപ്റ്റ് അവിടെ ഇരിപ്പുണ്ട്, അതെടുത്ത് തോളിൽ കൊണ്ടുവച്ച് ഇനി കൈവച്ചോളൂ എന്ന് പറഞ്ഞു. അവിടെ നിന്ന് കരഞ്ഞു. അച്ഛൻ തന്നെ പറഞ്ഞു സാരല്ല മോളെ തോളിൽ കൈവച്ച് പറയാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് മതിച്ചേട്ടൻ അതിൽ എല്ലാവരും തല്ലുന്നുണ്ട്. അവസാനം മതിച്ചേട്ടൻ്റെ വില്ലൻ നെഗറ്റീവ് ആകും, നായകൻ. അപ്പോൾ എന്നെ മാത്രം തല്ലുന്നില്ല. അവസാനം ഞാൻ എൻ്റെ അമ്മൂമ്മയൊക്കെ മരിച്ചിട്ട് ഇങ്ങനെ അന്വേഷിച്ചെന്ന് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇങ്ങനെ പുതിയ ബന്ധത്തിലേക്ക് ഏർപ്പെട്ടിരിക്കുന്ന അങ്ങനെ ജീവിത രീതി കണ്ടിട്ട് സങ്കടപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോരും. ഇദ്ദേഹം അതെല്ലാം കഴിഞ്ഞ് ഇത്തിരി കഴിച്ചു കഴിഞ്ഞിട്ട് അവളാണ് പെണ്ണ്, കരിമ്പ് പോലെ കതിര് പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡയലോഗ് പറഞ്ഞ് എൻ്റെ അടുത്ത് വരുന്നതാണ്. ഞാൻ അടുത്തൊരു വീട്ടിൽ താമസിക്കണം. അപ്പോൾ അവിടെ വന്ന് എൻ്റെ അടുത്ത് ഇവിടത്തേക്ക് ഞാൻ അടിക്കണം. അമ്മയോ ഞാൻ അങ്ങനെ മതിച്ചിട്ട് ഇത് അടിച്ചോളൂ, ഞാൻ കൈ വെച്ചോളാം, തടുത്തോളാം എന്നൊക്കെ പറഞ്ഞു. റിഹേഴ്സലിനൊക്കെ കഴിഞ്ഞ് ശ്രീകുട്ട സ്റ്റേജിൽ ചെന്ന് ഞാൻ അടിച്ചപ്പോൾ കൈ വെച്ചില്ല, എൻ്റെ കൈ മാറിപ്പോയത് എന്ത് പെട്ടാന്നൊരു അടി.